Okay, next topic എന്ന് പറയുന്നത് acceptance angle and numerical aperture. So first topic acceptance angle. Acceptance angle നമ്മൾ തീറ്റ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. സോ ഫിഗറിൽ ഒപ്റ്റിക് ഫൈബറിൻ്റെ ഫിഗറിൽ സെൻട്രൽ റീജിയൻ കോർ അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1, ക്ലാഡിംഗ് അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2. ദിസ് ഈസ് ഇൻസിഡൻറ്റ് ലൈറ്റ്. ദെൻ ദിസ് ഗ്രീൻ ഡോട്ടർ ലൈൻ റെപ്രസെൻറ്റ് ആക്സിസ് ഓഫ് ദി കോർ. ദിസ് വൺ ആക്സിസ് ഓഫ് ദി കോർ. അങ്ങനെയാണെങ്കിൽ acceptance angle definition എത്രയേ ഉള്ളൂ? It is defined as maximum allowed angle between incident light and axis of the core, such that only light rays within this angle is transmitted through the fiber. Or simply നമുക്ക് define ചെയ്യുകയാണെങ്കിൽ it is the angle between incident light and axis of the core. Acceptance angle is defined as it is the angle between incident light and axis of the core. And the correct definition, it is defined as the maximum allowed angle between incident light and axis of the core, such that only light rays within this angle is allowed to transmit through the fiber. For example, ഒരു ഒപ്റ്റിക് ഫൈബറിൻ്റെ ആക്സെപ്റ്റൻസ് ആംഗിളിൻ്റെ വാല്യൂ 45 ഡിഗ്രി ആണെങ്കിൽ 45 ഡിഗ്രീൻ്റെ ഉള്ളിൽ വരുന്ന ലൈറ്റ് റേസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇതിൻ്റെ ഉള്ളിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുള്ളൂ. സപ്പോസ് ഇൻസിഡൻറ്റ് ആംഗിൾ ഒരു 50 ഡിഗ്രി ആണെങ്കിൽ ആ ലൈറ്റ് റേ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒപ്റ്റിക് ഫൈബറിൻ്റെ ഉള്ളിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യില്ല. സോ ദ മാക്സിമം ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡൻറ്റ് ലൈറ്റ് ആൻഡ് ആക്സിസ് ഓഫ് ദ കോർ സച്ച് ദാറ്റ് ഓൺലി ലൈറ്റ് റേസ് വിത്തിൻ ദിസ് ആംഗിൾ ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ദി ഫൈബർ. സോ ഫൈബർ മാറുന്നതനുസരിച്ച് ആക്സെപ്റ്റൻസ് ആംഗിൾ എന്തായിരിക്കും, ഡിഫറൻ്റ് ആയിരിക്കും. ഒരു പെർട്ടിക്കുലർ ആക്സെപ്റ്റൻസ് ആംഗിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വരുന്ന ലൈറ്റ് റേസ് മാത്രമേ ഒപ്റ്റിക് ഫൈബറിൻ്റെ ഉള്ളിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുള്ളൂ. സോ സിമ്പിൾ ഡെഫിനിഷൻ, ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ആക്സിസ് ഓഫ് ദ കോർ ആൻഡ് ഇൻസിഡൻറ്റ് ലൈറ്റ്. ഇൻ 3-dimensional വ്യൂ ഇറ്റ് ഹാവ് എ കോണിക്കൽ ഷേപ്പ്. സോ ഒരു ഒപ്റ്റിക് ഫൈബർ എൻഡിൽ കേസിൽ ഒരു ഒപ്റ്റിക് ഫൈബർ ആണ് എങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യാം, ഇങ്ങനെയും ഏത് ഡയറക്ഷനിലും എന്ത് ചെയ്യാം, ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മളതിനെ 3-dimensional വ്യൂ എന്ന് പറയുന്നതായിരിക്കും ഒരു കോണിക്കൽ ഷേപ്പ് ആയിരിക്കും. സോ ഇൻ 3-dimension ഇങ്ങനെയും വേണമെങ്കിൽ ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യാം, ഇങ്ങനെയും ഇൻസിഡൻറ്റ് ചെയ്യാം, ദെൻ ഇങ്ങനെ ഏത് ഡയറക്ഷനിലും ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യാം. സോ അങ്ങനെയാണെങ്കിൽ ഇൻ 3-dimensional വ്യൂ ഇറ്റ് ഹാവ് എ കോണിക്കൽ ഷേപ്പ്, ഹെൻസ് ദ നെയിം ആക്സെപ്റ്റൻസ് കോൺ. സോ ആക്സെപ്റ്റൻസ് ആംഗിൾ ഡെഫിനിഷൻ, it is the angle, maximum allowed angle between incident light and axis of the core, such that only those light rays within this angle is allowed to transmit through the fiber. Okay. Then next topic, numerical aperture. Represent ചെയ്യുന്ന NA എന്നാണ് numerical aperture. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. കാലിക്കറ്റ് നിങ്ങളുടെ 2015 സ്കീം, KTയുടെ 2015 സ്കീമിലെ ക്വസ്റ്റ്യൻ നമ്പർ 32 ആയിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു ഡെറിവേഷൻ ഓഫ് ന്യൂമറിക്കൽ അപ്പേർച്ചർ. കഴിഞ്ഞ സെമ്മിൽ ഫിസിക്സ് എൻ്റെ കേസിലും ഫിസിക്സ് ബീൻ്റെ കേസിലും ഇതേ ക്വസ്റ്റ്യൻ എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ റിപ്പീറ്റ് ചെയ്യാറുള്ള ക്വസ്റ്റ്യനാണ്, എന്തായാലും ചെയ്ത് പഠിക്കണം, ഡെറിവേഷനാണ്. ദെൻ ഡെഫിനിഷൻ അതുപോലെ പ്രോബ്ലംസും ചോദിക്കാറുണ്ട് ഈ പാട്ടിൽ നിന്ന്. ഇതിൻ്റെ പ്രോബ്ലം നമ്മൾ ചെയ്തതാണ് √(n1² - n2²). ലാബിൽ എക്സ്പെരിമെൻ്റ് ആണ് ന്യൂമറിക്കൽ അപ്പേർച്ചർ. സോ ഇറ്റ് ഈസ് എ measure of light gathering power of optic fiber. Numerical aperture is a measure of light gathering power of optic fiber. ഒപ്റ്റിക് ഫൈബറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യാവുന്ന ലൈറ്റിൻ്റെ എമൗണ്ടിനെ നിശ്ചയിക്കുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ന്യൂമറിക്കൽ അപ്പേർച്ചർ. അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ഡെഫിനിഷൻ, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് സൈൻ ഓഫ് ആക്സെപ്റ്റൻസ് ആംഗിൾ. ന്യൂമറിക്കൽ അപ്പേർച്ചർ ഈസ് ഡിഫൈൻഡ് ആസ് സൈൻ ഓഫ് ആക്സെപ്റ്റൻസ് ആംഗിൾ. That is numerical aperture equal to sin theta a. Theta എന്ന് പറയുന്ന acceptance angle. So numerical aperture equal to sin of acceptance angle. Then numerical aperture second definition ആണ് numerical aperture NA equal to √(n1² - n2²). n1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ ആണ്, n2 എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ക്ലാഡിംഗ് ആണ്. സോ ഈ ഇക്വേഷൻ്റെ ഡെറിവേഷനാണ് നമ്മൾ ചെയ്യുന്നത്. രണ്ട് ഇക്വേഷനാണ് ന്യൂമറിക്കൽ അപ്പേർച്ചറിന്. Numerical aperture NA equal to sin theta a, numerical aperture equal to √(n1² - n2²). സോ ന്യൂമറിക്കൽ അപ്പേർച്ചർ തന്നിട്ട് നിങ്ങളോട് വേണമെങ്കിൽ ആക്സെപ്റ്റൻസ് ആംഗിൾ കണ്ടുപിടിക്കാൻ പറയാം. അങ്ങനെയാണെങ്കിൽ ആക്സെപ്റ്റൻസ് ആംഗിൾ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് NA. അതുപോലെ ന്യൂമറിക്കൽ അപ്പേർച്ചർ കാണാനുള്ള ഇക്വേഷനാണ് √(n1² - n2²). n1 തന്നിട്ട് n2 കാൽക്കുലേറ്റ് ചെയ്യാൻ അത്തരം പ്രോബ്ലംസും ചോദിക്കാറുണ്ട്. സോ ഫിഗർ
എൻ എ ഈക്വൽ ടു റൂട്ട് ഓഫ് n1 സ്ക്വയർ മൈനസ് n2 സ്ക്വയറിൻ്റെ ഡെറിവേഷനാണ് എല്ലാവരും ചെയ്ത് പഠിക്കണം. ഫിഗർ ഓക്കെ വൃത്തിയായിട്ട് വലുതായിട്ട് വരയ്ക്കണം. സോ ഹിയർ കോറ് സെൻട്രൽ റീജിയൻ കോറ് അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n1, ദെൻ ക്ലാഡിങ് അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n2. ഈ ഗ്രീൻ ഡോട്ടർ ലൈൻ എന്ന് പറയുന്നത് കോറിൻ്റെ ആക്സിസ് ആണ്, ആക്സിസ് ഓഫ് കോർ. ദെൻ ദിസ് വൺ ഇൻസിഡൻറ്റ് ലൈറ്റ്. ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡൻറ്റ് ലൈറ്റ് ആൻഡ് ആക്സിസ് ഓഫ് കോർ ഈസ് ആക്സെപ്റ്റൻസ് ആംഗിൾ തീറ്റ എ. ദിസ് വൺ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ തീറ്റ ആർ. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ക്രിട്ടിക്കൽ ആംഗിൾ തീറ്റ സി ആണ്. അതുകൊണ്ട് ലൈറ്റ് റേസ് ട്രാവലിംഗ് അലോങ് ദി സർഫസ് ബിറ്റ്വീൻ കോർ ആൻഡ് ക്ലാഡിങ്. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇവിടെ എന്ന് പറയുന്നത് 90 ഡിഗ്രി. സോ ഇത്രയാണ് ഫിഗർ എന്നുള്ള പോയിൻറ്റ്സ്. കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n1, ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n2, ഇൻസിഡൻറ്റ് ആക്സെപ്റ്റൻസ് ആംഗിൾ തീറ്റ എ, ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡൻറ്റ് ലൈറ്റ് ആൻഡ് ആക്സിസ് ഓഫ് കോർ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വിത്തിൻ ദ കോർ തീറ്റ ആർ, ദെൻ ക്രിട്ടിക്കൽ ആംഗിൾ തീറ്റ സി. ഈ പോയിന്റിൽ നമ്മൾ എ എന്ന് കൊടുത്തിട്ടുണ്ട്, ഈ പോയിന്റ് ബി എന്ന് കൊടുത്തിട്ടുണ്ട്, ഈ പോയിന്റ് സി എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഡെറിവേഷൻ. സോ ഫസ്റ്റ് പാർട്ട് എഴുതണമെങ്കിൽ നമുക്ക് ഫിഗർ ആവശ്യമാണ്. സോ ഇൻ ഫിഗർ തീറ്റ എന്ന് പറയുന്നത് ആക്സെപ്റ്റൻസ് ആംഗിളാണ്, തീറ്റ സി എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആംഗിൾ. നമ്മൾ 3 സ്റ്റെപ്പായിട്ടാണ് ഇതിൻ്റെ ഡെറിവേഷൻ ചെയ്യുന്നത്. സ്റ്റെപ്പ് 1, സ്നെൽസ് ലോ അറ്റ് പോയിൻ്റ് എ. സോ എ എന്നുള്ള പോയിന്റിൽ സ്നെൽസ് ലോ എഴുതുക. നമുക്ക് സ്നെൽസ് ലോ എന്ന് പറഞ്ഞാൽ സൈൻ ഐ ബൈ സൈൻ ആർ ആണ്. സോ ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് തീറ്റ എ ആണ്. അതുപോലെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് തീറ്റ ആർ. സോ സൈൻ തീറ്റ എ ബൈ സൈൻ തീറ്റ ആർ ഈക്വൽ ടു റിഫ്രാക്റ്റഡ് റേ ട്രാവൽ ചെയ്യുന്ന മീഡിയം കോറാണ്, അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n1. ഇൻസിഡൻറ്റ് റേ ട്രാവൽ ചെയ്യുന്ന ഔട്ടർ മീഡിയം, അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n0. സോ സൈൻ തീറ്റ എ ബൈ സൈൻ തീറ്റ ആർ ഈക്വൽ ടു n1 ബൈ n0. സൈൻ തീറ്റ എ ബൈ സൈൻ തീറ്റ ആർ ഈക്വൽ ടു n1 ബൈ n0. സോ സൈൻ ഐ ബൈ സൈൻ ആർ, അതാണ് നമ്മുടെ ഇക്വേഷൻ. Snell's law. So sin theta I by sin theta equal to n1 by n0, equation number 1. Or numerical aperture. നമുക്കറിയാം sin theta ൻ്റെ ഇക്വേഷൻ ഇതാണെങ്കിൽ sin theta equal to n1 by n0 sin theta r. Sin of acceptance angle എന്ന് പറയുന്ന പേരാണ് numerical aperture. So numerical aperture equal to sin theta equal to, therefore numerical aperture equal to sin theta equal to n1 by n0 into sin theta. That is equation number 2. ഇനി നമ്മുടെ എയിം ഈ സൈൻ തീറ്റ ആറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യലാണ്. അതിന് സെക്കൻഡ് സ്റ്റെപ്പ് 2, സ്നെൽസ് ലോ അറ്റ് പോയിൻ്റ് ബി. പോയിൻ്റ് ബിയിലെ സ്നെൽസ് ലോ എഴുതാൻ ശ്രമിക്കാം. സോ ഇതാണ് നമ്മുടെ പോയിൻ്റ് ബി. ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആംഗിൾ തീറ്റ സി ആണ്. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആണ്. റിഫ്രാക്റ്റഡ് റേ ട്രാവൽ ചെയ്യുന്ന മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n2 അഥവാ ക്ലാഡിംഗ് ആണ്. ഇൻസിഡൻറ്റ് റേ ട്രാവൽ ചെയ്യുന്ന മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n1. സോ നിങ്ങൾ സ്നെൽസ് ലോ എഴുതുകയാണെങ്കിൽ ഇങ്ങനെ വരിക, സൈൻ ഐ ബൈ സൈൻ ആർ സൈൻ തീറ്റ സി ബൈ സൈൻ 90. സൈൻ തീറ്റ സി ബൈ സൈൻ 90 ഈക്വൽ ടു n2 ബൈ n1. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. സൈൻ 90യുടെ വാല്യൂ 1 ആയതുകൊണ്ട് തന്നെ സൈൻ തീറ്റ സി ഈക്വൽ ടു n2 ബൈ n1. ഓക്കെ, ദെൻ സ്റ്റെപ്പ് 3, ഫ്രം ഫിഗർ കോസ് തീറ്റ ആർ ഈക്വൽ ടു, ഈ ഫിഗറിൽ നിന്ന് കോസ് തീറ്റ ആറിൻ്റെ വാല്യൂ എന്താ? കോസ് തീറ്റ ആർ ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ്, ദാറ്റ് ഈസ് എ സി ബൈ ഹൈപ്പോട്ടനസ് എ ബി. സോ കോസ് തീറ്റ ആർ ഈക്വൽ ടു എ സി ബൈ എ ബി. കോസ് തീറ്റ ആർ ഈക്വൽ ടു എ സി ബൈ എ ബി. അതുപോലെ സൈൻ തീറ്റ ആറിൻ്റെ സൈൻ തീറ്റ സി എന്താ വരിക? സൈൻ തീറ്റ സി എടുക്കുകയാണെങ്കിൽ സൈൻ തീറ്റ സി ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എ സി തന്നെയാണ്, ഹൈപ്പോട്ടനസ് എ ബി. സോ സൈൻ തീറ്റ സി ഈക്വൽ ടു എ സി ബൈ എ ബി. സോ കോസ് തീറ്റ ആർ ഈക്വൽ ടു എ സി ബൈ എ ബി ആണ്. അതുപോലെ സൈൻ തീറ്റ സി ഈക്വൽ ടു എ സി ബൈ എ ബി ആണ്. സോ എന്ത് പറയാം? കോസ് തീറ്റ ആർ ഈക്വൽ ടു സൈൻ തീറ്റ സി. സോ വി ഹാവ് കോസ് തീറ്റ ആർ ഈക്വൽ ടു സൈൻ തീറ്റ സി. കോസ് തീറ്റ ആർ ഈക്വൽ ടു സൈൻ തീറ്റ സി. സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് 4 in 5 സൈൻ തീറ്റ സിയുടെ വാല്യൂ നമുക്കറിയാം n2 ബൈ n1 ആണ്. So cos theta r equal to n2 by n1. That is equation number 6. Okay. So figure
കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എ സി ബൈ എ ബി, സൈൻ തീറ്റാസി എന്ന് പറഞ്ഞാലും എ സി ബൈ എ ബി ആണ്. അതുകൊണ്ട് കോസ് തീറ്റ ആർ ഈക്വൽ ടു സൈൻ തീറ്റാസി. സൈൻ തീറ്റാസിയുടെ വാല്യൂ n2/n1. അതുകൊണ്ട് കോസ് തീറ്റ ആർ ഈക്വൽ ടു സൈൻ തീറ്റാസിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ യു ഹാവ് n2/n1. ഇക്വേഷൻ നമ്പർ 6. ഇത് നമുക്കറിയാവുന്ന റിലേഷനാണ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ എന്ത് വരും? 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. സൈൻ തീറ്റ ഈക്വൽ എന്ത് വരും? √1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. സോ അതേ ഇക്വേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ സൈൻ തീറ്റ ആർ ഈക്വൽ ടു √1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. സൈൻ തീറ്റ ആർ ഈക്വൽ ടു √1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 7. ഇതിൽ നമ്മൾ കോസ് തീറ്റ ആറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മൾ തൊട്ട് മുന്നേ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ ആയിരുന്നു കോസ് തീറ്റ ആർ ഈക്വൽ ടു n2/n1. കോസ് തീറ്റ ആർ ഈക്വൽ ടു n2/n1. സോ കോസ് തീറ്റ ആറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ സൈൻ തീറ്റ ആർ ഈക്വൽ ടു √1 മൈനസ് n2/n1 ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 8. നൗ ഈ ഇക്വേഷൻ 8 എന്ത് ചെയ്യുക? നമ്മുടെ സ്റ്റെപ്പ് 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്തായിരുന്നു സ്റ്റെപ്പ് 1? Snell's law at point A, sin theta A by sin theta R equal to n1/n0. So sin theta A, numerical aperture equal to sin of acceptance angle equal to n1/n0 into sin theta. ഈ sin theta R നമ്മൾ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. sin theta R നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? √1 മൈനസ് n2/n1 ഹോൾ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ substituting equation 8 into we get numerical aperture equal to sin theta A equal to n1/n0 into sin theta ആറിന് പകരം √1 മൈനസ് n2/n1 ഹോൾ സ്ക്വയർ. ഇതിൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക. ന്യൂമറിക്കൽ അപ്പർച്ചർ ഈക്വൽ ടു n1/n0 into √n1 സ്ക്വയർ മൈനസ് n2 സ്ക്വയർ/n1 സ്ക്വയർ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ n1 സ്ക്വയർ മൈനസ് n2 സ്ക്വയർ/n1 സ്ക്വയർ. സോ റൂട്ടിൻ്റെ ഉള്ളിലെ n1 സ്ക്വയർ ഔട്ട് സൈഡ് വരുമ്പോൾ എന്താവും? n1 ആയിട്ട് മാറും. അപ്പോൾ ആ n1ഉം ഈ n1ഉം നമ്മൾ ക്യാൻസൽ ചെയ്യും. അങ്ങനെയാണെങ്കിൽ numerical aperture equal to √n1 സ്ക്വയർ മൈനസ് n2 സ്ക്വയർ/n0. ഇത് റൂട്ടിൻ്റെ പുറത്താണ്, ശ്രദ്ധിക്കുക. √n1 സ്ക്വയർ മൈനസ് n2 സ്ക്വയർ/n0. ഇതാണ് ന്യൂമറിക്കൽ അപ്പർച്ചർ കാണാനുള്ള ഇക്വേഷൻ നമ്പർ 9. ദെൻ ഔട്ടർ മീഡിയം എയർ ആണെങ്കിൽ n0ൻ്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ന്യൂമറിക്കൽ അപ്പർച്ചർ കാണാനുള്ള ഇക്വേഷനാണ് √n1 സ്ക്വയർ മൈനസ് n2 സ്ക്വയർ. സോ ചിലപ്പോൾ പ്രോബ്ലത്തിൽ ഔട്ടർ മീഡിയം വാട്ടറൊക്കെ തന്ന ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ n0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ന്യൂമറിക്കൽ അപ്പർച്ചർ ഈക്വൽ ടു √n1 സ്ക്വയർ മൈനസ് n2 സ്ക്വയർ. സോ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇത് നിങ്ങൾ വീഡിയോ കേട്ട് എഴുതി പഠിക്കണം. ഓക്കെ.